ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ഏറ്റവും സ്ത്രീകൾ നെഞ്ചിലേറ്റിയ പ്രൊഡക്റ്റ് ആയ ഫ്രീഡം സാനിറ്ററി നാപ്കിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ബേസിക്കലി ഞാൻ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറയാം. നമുക്ക് സാനിറ്ററി നാപ്കിൻ എന്ന് പറയുന്ന മാർക്കറ്റിൽ കിട്ടുന്ന സാനിറ്ററി നാപ്കിൻ ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കുന്നത് റയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നിങ്ങൾ ഈ മോൾഡ് കാണുന്ന ലെയർ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് റയോൺ എന്ന് പറഞ്ഞ സംഭവം ത്തിന്നാണ് ഉണ്ടാക്കുന്നത്. റയോൺ എവിടെ നിന്നാണ് ഉണ്ടാക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ന്യൂസ് പേപ്പർ, വുഡ് പൾപ്പ് ആൻഡ് പ്ലാസ്റ്റിക്, അതിനാണ് റയോൺ ഉണ്ടാക്കുന്നത്. ആൻഡ് അത് പിന്നീട് ക്ലോറൈഡ് വൈറ്റ് കളർ ആക്കാൻ വേണ്ടി ക്ലോറൈഡ് വെച്ചിട്ട് ബ്ലീച്ച് ചെയ്യും. അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഡയോക്സിൻ. ഡയോക്സിൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, അതായത് EPA, അമേരിക്കൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ അടിസ്ഥാനത്തിൽ, അവരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഡയോക്സിൻ 130 മടങ്ങ് സയനൈഡിനെക്കാട്ടും പോയ്സണസ് ആണ്, 900 മടങ്ങ് ആർസനിക്കിനെക്കാട്ടും പോയ്സണസ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കൂ, എത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡില് വെക്കുന്ന ഒരു സംഭവമാണ്, ഇത്രയും ദ്രോഹം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംഭവം അവൈലബിൾ ആയിരിക്കുന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേഡിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഏകദേശം 5000 ഡേയ്സ്, 5000 പീരീഡ്സ് ഉണ്ടാവും അവർക്ക്. ഓൾമോസ്റ്റ് 2500 ദിവസങ്ങൾ അവർക്ക് പീരീഡ്സ് ആയിരിക്കും. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 7 തൊട്ട് 8 വർഷം ഒരു ലേഡിയുടെ പീരിയോഡിക്കൽ സൈക്കിളിലാണ് കടന്നു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം, ഈ പീരിയോഡിക്കൽ സൈക്കിളിൽ കൂടെ നമ്മൾ ഇങ്ങനത്തെ പാഡ് യൂസ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 0.2 milligram ഡയോക്സിൻ വിൽ ബി അക്യുമുലേറ്റഡ് ഇൻ ദ ബോഡി. അപ്പൊ ആലോചിക്കാം എത്ര കണ്ട് ഭീകരമാണ് ഈ വസ്തുത എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സാനിറ്ററി നാപ്കിൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രി $1.9 ബില്യൺ ഇൻഡസ്ട്രിയാണ്. നിങ്ങൾക്ക് TV തുറന്ന് അപ്പൊ കാണാം വിസ്പറിന്റെയും അതേമാതിരി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റു പ്രൊഡക്ട്സിന്റെ ഒക്കെ പരസ്യങ്ങൾ വളരെയധികം എന്താ പറയാ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയൊരു സെഗ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതില് ഒരുപാട് കമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് ആളുകളുടെ ഹെൽത്ത് വെച്ചിട്ട് ദേ ആർ പ്ലേയിങ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ സാനിറ്ററി നാപ്കിന്റെ ഒരു പ്രത്യേകത സ്മാർട്ട് സാനിറ്ററി നാപ്കിൻ ആണ്. 8 ലെയർ ആണ്. അതിന്റെ ഡീറ്റെയിൽസിൽ ഞാൻ കടന്നു വരാം. അതിനു മുന്നേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ അരുൺ? കാണാം. നിങ്ങൾക്ക് ബ്രാൻഡ് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഇതാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാനിറ്ററി നാപ്കിൻ ആണിത്. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ 30 രൂപയ്ക്ക് 7 പാഡാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ പറ്റുന്നത്. 30 രൂപയ്ക്ക് 7 പാഡാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ ആലോചിക്കണം, 5 രൂപയാണ് ഒരെണ്ണം വരുള്ളൂ. അപ്പൊ ഊഹിക്കാമല്ലോ, 5 രൂപയ്ക്ക് ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് കോസ്റ്റും ഈ പറഞ്ഞ മിഡിൽമെൻ കോസ്റ്റും എല്ലാം കഴിച്ചിട്ട് 5 രൂപയുടെ ഒരു പാഡ് അപ്രോക്സിമേറ്റ്ലി 1 or less than 1 രൂപയെ വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ ആലോചിക്കണം, ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് അവൈലബിൾ ആക്കുമ്പോൾ ഇൻഫാക്ട് ദേ ആർ പ്ലേയിങ് വിത്ത് യുവർ ഹെൽത്ത്. അത് പ്രത്യേകം ഓർക്കണം. ഇനി ഞാൻ ഇതിന്റെ ഒരു സാനിറ്ററി നാപ്കിന്റെ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് ഇവരുടെ കോട്ടൺ, അങ്ങനെ ഇവർക്ക് 1 രൂപയ്ക്ക് സംഭവം നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുമെങ്കിൽ they must have compromised the quality. അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഐ എം ജസ്റ്റ് കട്ടിങ് ഇതിന്ന് ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്യാണ്. ഇതിന്റെ കോട്ടൺ ഞാൻ ഇതിന്റെ ക്ലാരിറ്റി എത്രത്തോളം ഇതിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഇത് ഞാൻ വെള്ളത്തിൽ എത്രത്തോളം ഇതാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാനിറ്ററി നാപ്കിന്റെ കോട്ടന്റെ ക്വാളിറ്റി. ഇത് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിൽ നമ്മുടെ ക്ലിനിക്കൽ കോട്ടൺ, നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ക്ലിനിക്കൽ കോട്ടൺ ഞാൻ
നീഡ് ചെയ്തിട്ടാണ് എടുക്കണേ. ഇൻഫാക്ട് ഞാൻ പിച്ചി എടുത്തിരിക്കുന്നേ, സോ ദാറ്റ് ഇതിൽ പാർട്ടിക്കിൾസ് മിക്സ് ആവുന്നുണ്ടോ നോക്കാം. ഞാൻ എത്ര സ്റ്റിർ ചെയ്താലും ഇതിൽ എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ നോക്കാം. നോക്കാം, ഇതില് ഏകദേശം ഒരു കഞ്ഞിവെള്ളത്തിന്റെ കൺസിസ്റ്റൻസിലേക്ക് വന്നു. ആൻഡ് എനിക്ക് ഈ കോട്ടണും അതേമാതിരി വെള്ളവും തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് മിക്സ് ആവുകയും ചെയ്തു. കാണാലോ, വിസിബിൾ അല്ലേ? വിസിബിൾ അല്ലേ അരുൺ? അതെ അതെ. ഓക്കെ, ഇനി നമ്മുടെ ഗുഡ് ക്വാളിറ്റി ക്ലിനിക്കൽ കോട്ടൺ ഞാൻ എത്ര കണ്ട് സ്റ്റിർ ചെയ്താലും, ഞാനത് പിച്ചിനെ എടുത്തിരുന്നത്, എത്ര കണ്ട് സ്റ്റിർ ചെയ്താലും ഐ ക്യാൻ ഓൾവേസ് സെഗ്രിഗേറ്റ്. കണ്ടോ? ഇതാണ് മറ്റേ വെള്ളം ശരിക്കും ഒരു കഞ്ഞിവെള്ളത്തിന്റെ കൺസിസ്റ്റൻസിലേക്ക് പോയപ്പോൾ ഇത് പ്യോർ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ കോട്ടന്റെ ക്വാളിറ്റി. സോ ഡെഫിനറ്റ്ലി ദേ മസ്റ്റ് ഹാവ് കോംപ്രമൈസ്ഡ് ഓൺ ദ ക്വാളിറ്റി. നമ്മുടെ പേഴ്സണലി എവിഡൻസ് ഉണ്ട്, എന്നാലും ഞാനത് പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല. യൂസ്ഡ് കോട്ടൺസ് എന്നാണ് അവര് ഈ പറഞ്ഞ സാനിറ്ററി നാപ്കിൻ അവർക്ക് ഇത്ര ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്നതിന്റെ ഒരു റീസൺ. യൂസ്ഡ് കോട്ടൺസ് റീസൈക്കിൾ ചെയ്തിട്ടാണ്, സ്റ്റെറിലൈസ് ചെയ്ത് ഈ പറഞ്ഞ മാതിരി ക്ലോറൈഡ് വെച്ച് ബ്ലീച്ച് ചെയ്തിട്ടാണ് നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ചീപ്പായിട്ട്. ഒബ്വിയസ്ലി നിങ്ങൾ ചിന്തിച്ചാൽ കൊള്ളാം, കോട്ടൺ തുണികളിലാണോ സിന്തറ്റിക് തുണിക്കാണോ വില കൂടുതൽ വെച്ചാൽ കോട്ടൺ തുണികൾക്ക് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും എക്സ്പെൻസീവ് ആയ കോട്ടൺ അവർക്ക് ഇത്രയും ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യക്ഷമായ തെളിവാണ് ഞാനിപ്പോ ഇവിടെ കാണിച്ചത്. ഇനി നെക്സ്റ്റ് അടുത്ത സാനിറ്ററി നാപ്കിൻ, കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻ കിട്ടുന്ന അടുത്ത ഒരു സെഗ്മെന്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി എക്സ്പെൻസീവ് അല്ല, ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചീപ്പായിട്ട് 30 രൂപയ്ക്ക് കിട്ടുന്ന പാഡാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാധാരണ തട്ടിലുള്ള ആളുകൾ മേടിക്കുന്നതാണ്. ഓക്കെ, കുറച്ചും കൂടിയും ഇത്രയും കൂടി നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ട് കിട്ടുന്ന ഒരു സാനിറ്ററി നാപ്കിൻ ആണിത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് ഒരൊറ്റ സാനിറ്ററി നാപ്കിനും അവര് എക്സ്പയറി ഡേറ്റ് വെക്കില്ല. വൈ? നമുക്ക് പോലും ഒരു എക്സ്പയറി ഉണ്ട്, പക്ഷെ ഇവർ എന്തുകൊണ്ട് എക്സ്പയറി ഡേറ്റ് വെക്കുന്നില്ല? ദേ ആർ നോട്ട് ഷുവർ അബൌട്ട് ദ ക്വാളിറ്റി ദംസെൽസ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നോബഡി ക്യാൻ എൻഷുർ ദി സേഫ്റ്റി. ഇത് വൺസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും, ഐ മീൻ എന്തിനു വേണമെങ്കിലും, എന്ത് മോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട്സോ അല്ലെങ്കിൽ പഴുതാരിയോ എന്ത് കയറിയാലും നമുക്ക് ദർ ഇസ് നോ സേഫ്റ്റി. ഓക്കെ, ഇനി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പാഡിന്റെ കാര്യം എടുത്താലും സെയിം അവസ്ഥ തന്നെയാണ്. എന്താണ്, ഞാൻ ആദ്യം നിർത്തി ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു പാഡാണ്. അതിന്റെ അവസ്ഥയും നോക്കിയോളൂ, വളരെ ലൂസ് ആയിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്തേക്കണേ. കണ്ടോ, എനിത്തിങ് ക്യാൻ എൻ്റർ, എന്തിനു വേണമെങ്കിലും ഇതിന്റെ അകത്തേക്ക് പഴുതാരിയോ മോത്തോ ഇൻസെക്ട്സോ എന്ത് വേണമെങ്കിൽ കയറാം. മാത്രമല്ല, ഇത് വൺസ് ഇറ്റ് ഈസ് ഓപ്പൺ, ഇത് തുറന്നിരിക്കുമ്പോൾ ഇറ്റ് ഈസ് എക്സ്പോസ് ടു മൈക്രോ ഓർഗാനിസംസ്. നമ്മുടെ അന്തരീക്ഷത്തിലെ മൈക്രോ ഓർഗാനിസംസിന് ഇത് എക്സ്പോസ്ഡ് ആണ് താനും. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ രണ്ടിനും തമ്മിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ WHO പറയുന്നത് 2 മണിക്കൂറാണ് നമ്മൾ ഒരു പാഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. നോർമലി ലേഡീസിന് അത് പറ്റാറില്ല, വർക്കിംഗ് വുമൻസിനും അല്ലെങ്കിൽ കുട്ടികൾക്കും, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഒന്നും അത് ശ്രദ്ധിക്കാൻ പറ്റാറില്ല. അപ്പൊ നമുക്ക് ഈ 2 പാഡിന്റെയും കമ്പാരിസൺ നോക്കാം. അഗൈൻ ഇതിന്റെ ഔട്ടർ കവറും നോക്കിക്കഴിഞ്ഞാൽ പക്ക പ്ലാസ്റ്റിക് ആണ്, അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി 17,000 പാഡ്, അപ്രോക്സിമേറ്റ്ലി 15,000 to 17,000 പാഡ്സ് ആണ് ഒരു ലേഡി അവരുടെ ലൈഫ് ടൈമിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം പ്ലാസ്റ്റിക് വേസ്റ്റ്. അതിന്റെ ഔട്ടർ കവറും പ്ലാസ്റ്റിക് ആണ്, അതേമാതിരി ഈ കവേർഡ് സംഭവം പക്ക പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ എത്രത്തോളം പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ലേഡീസ് തന്നെ ഈ പറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് എന്താ പറയാ സംഭാവന ചെയ്യുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. ആൻഡ് ഇതിന്റെ
ഞാൻ എക്സൽ ആയിട്ടാണ് എക്സൽ സൈസ് ആയിട്ടാണ് ഞാൻ വിസ്പറിന്റെ കമ്പയർ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിന്റെ ഈ പറഞ്ഞ സിന്തറ്റിക് ഗം, ഇതിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സിന്തറ്റിക് ഗം മിക്ക കുട്ടികൾക്കും ചൊറിച്ചിലും ഇച്ചിങ്ങും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു സൊല്യൂഷനും കൂടിയായിട്ടാണ് നമ്മുടെ സാനിറ്ററി നാപ്കിൻ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ സാനിറ്ററി നാപ്കിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പാഡിന്റെ ഔട്ടർ കവറിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇതിന്റെ ഔട്ടർ കവറിംഗ് ഒരു ടിൻ ഫോയിൽ ആണ്. ദാറ്റ് മീൻസ് തെങ്ങിന്റെ ചോട്ടിലിട്ട് സിമ്പിൾ ആയിട്ട് ഇത് ദ്രവിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ട് നോക്കിയാൽ കാണാം FDA അപ്രൂവൽ ഉണ്ട്. FDA മീൻസ് ഫുഡ് ആൻഡ് ഡ്രഗ് അസോസിയേഷൻ, അതായത് US ഫുഡ് ആൻഡ് ഡ്രഗ് അസോസിയേഷന്റെ അപ്രൂവൽ, അതായത് എഡിബിൾ ഐറ്റം ഭക്ഷ്യയോഗ്യമായ ഒരു ഐറ്റത്തിന് കിട്ടുന്ന ലൈസൻസ് ആണ് FDA അപ്രൂവൽ. ഇത് US ആണ്. CE സർട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ സർട്ടിഫിക്കേഷൻ ആണ്. നോൺ ഹസാഡസ്, ഉപദ്രവകാരിയല്ല, അപകടകാരിയല്ല എന്നുള്ളതിന്റെ സിമ്പിൾ ആണ് CE സർട്ടിഫിക്കേഷൻ. പിന്നെ ഇന്ത്യൻ സർട്ടിഫിക്കേഷനും ഉണ്ട്. ആൻഡ് ഇതിന്റെ ഹൈജീനിക് ലോക്ക് കണ്ടോ, ഇത് വൺസ് നിങ്ങൾ ഇതിനെ ബബിൾ ഗമ്മിന്റെ എഡിബിൾ ഗം വെച്ചിട്ടാണ് ഇത് സീൽ ചെയ്തിരിക്കുന്നത്. വൺസ് ഇറ്റ് ഈസ് ഓപ്പൺ നിങ്ങൾക്ക് ഒരെണ്ണം ഇതിൽ നിന്ന് എടുക്കാം. ആൻഡ് ഇത് എടുത്തതിന് ശേഷം ഇറ്റ് ക്യാൻ ബി തിരിച്ച് അത് നന്നായിട്ട് നിങ്ങൾക്ക് ഒട്ടിക്കാം. ദെൻ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി സേഫ്. സോ ഒന്നിനും ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സേഫ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പാഡിന്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും അഗെയിൻ ഇറ്റ് ഈസ് പ്രസ്ഡ് അഗെയിൻസ്റ്റ്. ഞാൻ ഇവിടെ നിന്ന് ഇത് വിടിയിക്കണം. ഇത് പ്രസ്ഡ് ആണ്, ഇവിടെ ഒട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം. അഗെയിൻ അതിന്റെ പുറത്തത്തെ ലെയർ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇതിന്റെ കോട്ടൺ ആണ്. നമുക്ക് നോക്കിയാൽ അറിയാം ഇത് കോട്ടൺ ആണ്, പക്ക കോട്ടൺ ആണ്. ഓക്കെ, ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോമ്പറ്റേറ്റീവ് പാഡ് വന്നിട്ട് സിന്തറ്റിക് ഗം ആണെങ്കിൽ ഇത് എഡിബിൾ ഗം ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഫുഡ് ആൻഡ് ഡ്രഗ് അസോസിയേഷന്റെ ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് WHO പറയുന്ന 3 ക്രൈറ്റീരിയ ആണ് ഒരു പാഡിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. ഒന്ന് അതിന്റെ സോഫ്റ്റ്നെസ്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഇതിന്റെ സോഫ്റ്റ്നെസ്സിനെ ഫീൽ ചെയ്യിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. കാരണം ഒന്ന് പ്ലാസ്റ്റിക് സർഫസ് ആണ്, ഒന്ന് കോട്ടൺ സർഫസ് ആണ്. അതുകൊണ്ട് തന്നെ ഫീൽ ഗുഡ് എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആൻഡ് രണ്ടാമത്തെ കാര്യം എത്ര കണ്ട് ആ ലിക്വിഡ് ഇത് അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ഒരു ക്രൈറ്റീരിയ. തേർഡ് ക്രൈറ്റീരിയ ഹൗ വെൽ ദേ ഫൈറ്റ് വിത്ത് ദി ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ്. അതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 50 ml വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനത് കോമ്പറ്റീറ്റീവ് പാഡിൽ ഞാൻ ആദ്യം ഒഴിക്കുകയാണ്. കോമ്പറ്റീറ്റീവ് പാഡിൽ അവർക്കൊരു എഡ്ജിന് വേണ്ടി ഫസ്റ്റ് ഞാൻ ഇവരുടെയിലാണ് എക്സ്പോസ് ചെയ്യുന്നത് 50 ml വെള്ളം. വെള്ളം ഞാൻ അതിലൊഴിച്ചു. ആൻഡ് 50 ml നമ്മുടെ ഫ്രീഡം സാനിറ്ററി നാപ്കിനും. ഓക്കെ, യു ക്യാൻ സി 50 ml എടുത്തിട്ടുള്ളൂ. കാണാമല്ലോ അല്ലെ അരുൺ? കാണാം. നിങ്ങൾക്ക് നോക്കാം, ഞാനൊരു 2 പാഡിലും ഈക്വൽ എമൗണ്ട് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർലി വിസിബിൾ. കാണാമുണ്ടോ? വെള്ളം ഡ്രോപ്പ് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ അല്ലെ? വെള്ളം ഇറ്റ് വീഴുന്നത് കാണുന്നുണ്ടല്ലോ. ആൻഡ് കോമ്പറ്റീറ്റീവ് പാഡിൽ ഞാൻ എത്ര പ്രസ് ചെയ്താലും നമുക്ക് നോക്കിയാൽ അറിയാം എൻ്റെ കൈയിന്റെ വെറ്റും ഡ്രൈയുമായിട്ടുള്ള ഫീലിംഗ് കാണാമല്ലോ അല്ലെ? അരുൺ കാണാമോ? കാണാം. ഓക്കെ,
ഇനി ഞാൻ ലെയർ ടു ലെയർ പോയി കഴിഞ്ഞാൽ ഞാൻ കോമ്പറ്റന്റ് പാഡിനെ കട്ട് ചെയ്യാണ്. മാതിരി നമ്മുടെ പാഡിന് ഇതിന്റെ ഫസ്റ്റ് ലെയർ വന്നിട്ട് അഗെയിൻ പക്ക പ്ലാസ്റ്റിക് ആണ്. അഗെയിൻ അറിയാം, ഇതാണ് ഞാൻ പറഞ്ഞത് റയോൺ ഫാബ്രിക്. പഴയ ന്യൂസ് പേപ്പറിനും അതേമാതിരി പ്ലാസ്റ്റിക് ഇതിനും അതേമാതിരി വുഡ് പൾപ്പിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് ബ്ലീച്ച് ചെയ്യുന്നതാണ് ക്ലോറൈഡ് വെച്ചിട്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ വന്നിട്ട് നിങ്ങൾക്ക് അറിയാം ഒരു നീല കളറിലുള്ള ഒരു സ്ട്രിപ്പ് ഉണ്ട്. ഈ സ്ട്രിപ്പ് എന്തിനാ അവർ വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല. കാരണം ഇതിന്റെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് വളരെ ഭംഗിയുള്ള ഡിസൈനും ഒക്കെ ആയിട്ട് പൂവും കുത്തും കോമയൊക്കെ ഉണ്ട്, കാണാം. ഭംഗിയുള്ള ഡിസൈനിലൊക്കെയാണ് അവർ ചെയ്തേക്കണേ, കണ്ടോ? ഒരു ഡിസൈനൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഇതിന്റെ പേർപ്പസ് സെർവ് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വെള്ളം ഡ്രോപ്പ് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ അല്ലെ? ആൻഡ് നിങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ആ വെള്ളം ഒഴിച്ച സ്ഥലത്ത് ഒരു ബ്ലൂ ടിഞ്ച് വന്നിട്ടുണ്ട്. ഒരു ബ്ലൂ ടിഞ്ച് ഞാൻ ഒഴിച്ച സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ബ്ലൂ ടിഞ്ച് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളർ എന്താണ്? കളർ ആഫ്റ്റർ ഓൾ കെമിക്കൽ ആണ്. ഈ കളറ് ശരീരത്തിൽ നമ്മുടെ എല്ലാ പുറത്തേക്ക് വരുന്ന ദ്രാവകങ്ങളും ചൂടുള്ളതാണ്. കണ്ണീരായിക്കോട്ടെ, ഉമിനീരായിക്കോട്ടെ, ചോരയായിക്കോട്ടെ. അപ്പൊ ഈ പറഞ്ഞ ബോഡി ടെമ്പറേച്ചറിൽ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് ഇത് ചേർന്നിരിക്കുമ്പോൾ ഈ ഡയോക്സിൻ ക്രിയേറ്റിംഗ് എല്ലാം സബ്സ്റ്റൻസ് വിൽ ബി അബ്സോർബ്ഡ് ബൈ ദ ബോഡി. ആൻഡ് വൺസ് ഇത് അകത്ത് കടന്നു കഴിഞ്ഞാൽ 6.5 വർഷം എടുക്കും പുറത്തു പോകാൻ. സോ അത്രമാത്രം ദ്രോഹമാണ് ഈ സാനിറ്ററി നാപ്കിൻ നമുക്ക് ചെയ്യുന്നത് വ്യക്തമാണ്. ആൻഡ് ഇവരുടെ വിസ്കറിന്റെ പരസ്യത്തില് അവർ പറയുന്നത് ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം എന്നൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഈ പറഞ്ഞ ജെൽ മെറ്റീരിയലിനെ ഞാൻ ഇത്രയും കുറവ് വെള്ളത്തിലേക്ക് ഞാൻ അബ്സോർബ് ചെയ്യാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയും കുറവ് വെള്ളമാണ്. ഇനി ഇതിന്റെ ഫൈനൽ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ദ്രോഹം ചെയ്യുന്ന ലെയർ. ബിക്കോസ് ഇത് പക്ക പ്ലാസ്റ്റിക് ആണ്. ഒരു സംശയമില്ലാതെ ദയാദാക്ഷ്യം ഇല്ലാതെ ഇത് പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ദ്രോഹം എന്താ വെച്ചാൽ പീരീഡ്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്യാസ് ഫോർമേഷൻസ് കൂടുതലായിരിക്കും. ഒന്നും പുറത്തു പോയില്ല. ആൻഡ് ഇറ്റ് വിൽ ബി ലോക്ക്ഡ് ഇൻസൈഡ്. അത് ബൗൺസ് ബാക്ക് ചെയ്യും യൂട്രസിലേക്ക്. ഇതാണ് ശരീരത്തില് ബോഡി ടെമ്പറേച്ചർ ശരിക്കും പറഞ്ഞ ഒരു മൈക്രോവേവ് ഓവന്റെ ഒരു ഫീലാണ് ശരിക്കും ഉണ്ടാവുന്നത്. ശരിക്കും 50 വയസ്സുടെ കവറിൽ ഒരു കുറച്ച് പഞ്ഞി തിരികെ തന്നു കഴിഞ്ഞാൽ ലേഡീസ് യൂസ് ചെയ്യുന്ന അവസ്ഥയാണത്. ഇതുകൊണ്ട് തന്നെയാണ് 5 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ 4 പേർക്കും സിസ്റ്റ്, ഫൈബ്രോയിഡ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി, ഒവേറിയൻ ക്യാൻസർ, എൻഡോമെട്രിയോസിസ് എന്ന് വേണ്ട സകലമാന പ്രശ്നങ്ങൾ. ഈവൻ ഇറ്റ് ക്യാൻ ലീഡ് ടു ഓവറി റിമൂവൽ ഓർ യൂട്രസ് റിമൂവൽ. നമ്മുടെ അമ്മമാരുടെ കാലഘട്ടത്തിലൊന്നും ആർക്കും യൂട്രസ് ഒന്നും എടുത്തു മാറ്റേണ്ട ഇത്രയ്ക്കും അവസ്ഥകൾ വന്നിട്ടില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദ്രോഹം. നമുക്കറിയാം ഇത് പക്ക പ്ലാസ്റ്റിക് ആണ്, വിച്ച് കാൺ ബി ടിയേർഡ്. ഓക്കെ, ആൻഡ് നമ്മുടെ സാനിറ്ററി നാപ്കിന്റെ ഒരവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ലെയർ നോക്കാം. ഫസ്റ്റ് ലെയർ അഗെയിൻ പക്ക കോട്ടൺ ആണ്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. Can be thrown apart. Okay, പക്ക കോട്ടൺ. സെക്കൻഡ് ലെയർ നിങ്ങൾക്ക് കാണാം, ഇതൊരു നീറ്റ്ലി പാക്ഡ് ലൈക്ക് എ ബെഡ്. ഒരു ബെഡ് മാതിരി നീറ്റായിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇത് സെക്കൻഡ് ലെയർ. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാം ഒരു തേർഡ് ലെയറും കൂടിയും ഉണ്ട്, കണ്ടോ? അപ്പോ ഇതിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു 8 ലെയർ ആണ് നമ്മുടെ പാഡിന്റെ സവിശേഷത. ഓക്കെ,
ആൻഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, ഈ പറഞ്ഞ ഈ ജെൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോൺ എക്സ്ട്രാക്ട് നിന്ന് എടുക്കുന്ന ഒരു തരം സംഭവമാണ്. ചോളത്തിന്റെ ഒരു എക്സ്ട്രാക്ട് നിന്നാണ് ഇത് സംഭവം എടുക്കുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് ഇതിനെ അബ്സോർപ്ഷൻ ചെക്ക് ചെയ്യാം, എത്രത്തോളം ഇത് മറ്റ് പാഡുകളായിട്ട് കോമ്പീറ്റിംഗ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി ഇതിന്റെ $50 ml വെള്ളം ട്രീറ്റ് ചെയ്തിട്ടുള്ള അവസ്ഥയാണ്. കാണാമല്ലോ അല്ലെ? ഞാൻ എപ്പോ പറയുന്നത് തൊട്ട മ്യൂട്ടായത്? നിങ്ങൾ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? കുഴപ്പമില്ല, കണ്ടിന്യൂ. അല്ല അപ്പൊ ഒന്നും പറഞ്ഞിരുന്നില്ല, അതാണ്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിന്റെ ഫൈനൽ ലെയർ കാണുന്നുണ്ടോ? ഈ ലെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദിസ് ഇസ് എ സെമി പെർമിയബിൾ ബ്രീതബിൾ ലെയർ ആണ്. ബ്രീതബിൾ ലെയറിന്റെ പ്രത്യേകത, ആൻഡ് ഇറ്റ് ഈസ് എൻറിച്ച്ഡ് ബൈ മൈക്രോബ്സ്, അതായത് ഇറ്റ് എൻഷുവേഴ്സ് അഡിക്വേറ്റ് എയർ സർക്കുലേഷൻ. വായു സഞ്ചാരത്തിന് പ്രാപ്യമാക്കിയിട്ടുള്ള ഒരു ബ്രീതബിൾ ലെയർ വെച്ചിട്ടാണ് നമ്മുടെ ഫൈനൽ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എയർ ലോക്ക് ചെയ്യില്ല, ലിക്വിഡ് ലോക്ക് ചെയ്യും. ഓക്കെ, ഇതും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, തൊട്ടടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. ഇതൊരു പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക് ആണ്. നോക്കിയാൽ അറിയാം, കാണാമോ? ആൻഡ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും പറ്റും. ഒരു തരി പോലും പ്ലാസ്റ്റിക് കണ്ടന്റ് ഇല്ലാത്ത പാഡാണെന്ന് സാക്ഷ്യം. ഇനി നമുക്ക് നോക്കാം, ഇതാണ് നമ്മുടെ സാനിറ്ററി നാപ്കിൻ. കോമ്പറ്റന്റ് സാനിറ്ററി നാപ്കിൻ ഇത്ര വെള്ളത്തിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടിരുന്നത്. ഇതിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോഴും അതിൽ വെള്ളം ഡിപ്പായി നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനെ ഈവൻ നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിൽ ഇത്രയും വെള്ളം, ഈ 1/4 ഗ്ലാസ് വെള്ളം പോലെ അബ്സോർബ് ചെയ്യാൻ പത്തറ്റിക്കലി ഫെയിൽഡ് ഇവര്. ആൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 3/4 ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ ടിൽറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഈ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചാൽ പോലും നിങ്ങൾക്ക് കാണാം അത് ഇൻസ്റ്റന്റ് ആയിട്ട് അത് അബ്സോർബ് ചെയ്തു. ഞാനിപ്പോ ഡെമോ കാണിച്ചത് ഫ്രീഡം സാനിറ്ററി നാപ്കിന്റെ റെഗുലർ പാഡാണ്. റെഗുലർ എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ സൈസാണ്. 3 സൈസിലാണ് വരുന്നത്, റെഗുലർ, ലാർജ്, എക്സ്ട്രാ ലാർജ്. റെഗുലർ സൈസ് ആയിട്ടുള്ള ഒരു സാനിറ്ററി നാപ്കിൻ, നമ്മുടെ ഫ്രീഡം സാനിറ്ററി നാപ്കിനും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സൽ സൈസ് ഉള്ള ഒരു പാഡ് ആയിട്ടാണ് നമ്മൾ ഇപ്പൊ കമ്പയർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ആൻഡ് കോമ്പറ്റന്റ് പാഡ് പത്തറ്റിക്കലി ഫെയിൽ. കണ്ടോ, ഇത്രയും വെള്ളം, 3/4 ഗ്ലാസ് വെള്ളം അത് അബ്സോർബ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി ഇതിന്റെ മാസ്റ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്ന, ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ നിർണ്ണയിക്കുന്ന ഒരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് കാണാം, ഇതിനെ ആനിയോൺ പാഡ്സ് എന്ന് പറയാം. വാട്ട് ഈസ് ആനിയോൺ? ആനിയോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ് അയോൺസ്. നിങ്ങൾക്കറിയാം, ബീച്ച് സൈഡിലോ അല്ലെങ്കിൽ കാട്ടിലോ ഒക്കെ പോകുമ്പോൾ ഒരുപാട് നമുക്ക് എനർജി, ഫ്രഷ് ഫീൽ തോന്നുന്നതിന്റെ ഒരേ ഒരു കാരണം ആനിയോൺസിന്റെ പ്രസൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ആനിയോൺ സ്ട്രിപ്പ് വെച്ചിരിക്കുന്നത്, ഈ ആനിയോൺ സ്ട്രിപ്സിൽ മാഗ്നറ്റിക്, ചിത്തിൻ, ഫാർ ഇൻഫ്രാറെഡ് എന്ന് വേണ്ട, ആൻഡ് മാഗ്നറ്റിക്, ചിത്തിൻ, ഫാർ ഇൻഫ്രാറെഡ് ഇതെല്ലാം ഇതിൽ പാക്ഡ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ എഫക്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ആണ്. സോ നേരത്തെ പറഞ്ഞ മാതിരി ഒരു WHO റെക്കമെൻഡേഷൻ അനുസരിച്ച് 2 മണിക്കൂർ കൂടുതൽ പാഡ് യൂസ് ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ 2 മണിക്കൂർ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക, ബാക്ടീരിയൽ ആക്ഷൻ തുടങ്ങും.
അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട്, ഈ ചിപ്പിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനാണ് ഈ ആനിയോൺ സ്ട്രിപ്സ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ഡെമോ എനിക്ക് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ലൈവായിട്ട് ഇത് കാണിച്ചു തരാൻ പറ്റില്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു 10 സെക്കൻഡ് നമ്മുടെ ബോഡിയിൽ ഇത് നനഞ്ഞതിന് ശേഷം 10 സെക്കൻഡ് നമ്മുടെ ബോഡിയിൽ ഇത് ടച്ച് ചെയ്തിരുന്നാൽ പോലും ഇനോമസ് പവർ ആയിരിക്കും. കാരണം ഇത് എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ പീരിയോഡിക്കൽ ടൈമിൽ ലേഡീസ് വിൽ ബി വെരി ഫ്രജൈൽ, ഒരുപാട് ക്ഷീണവും തളർച്ചയും വേദനയും ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ഒരു കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രിപ്സിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ ഇത് ടച്ച് ചെയ്യുന്നതോടുകൂടി തന്നെ അഡിക്വേറ്റ് ഓക്സിജൻ സപ്ലൈ തരികയാണ്. അതുകൊണ്ട് തന്നെ യു ഫീൽ എനർജറ്റിക്, നിങ്ങളുടെ ബോഡിക്ക് തന്നെ ഒരു അറിയാതെ തന്നെ ഒരു പവർ വരികയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വില കമ്പയർ ചെയ്യാം. മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റിന് ഞാൻ കാണിച്ച സിംഗിൾ പാഡിന്റെ വില, ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പാഡ് എന്ന് പറഞ്ഞ പാഡിന്റെ വില 10 രൂപയാണ്. 10 രൂപയിൽ താഴെയാണെങ്കിൽ നമ്മുടെ ഫ്രീഡം സാനിറ്ററി നാപ്കിന്റെ വില 12 ചില്ലാനം, അതായത് 13 രൂപയാണ്. ആൻഡ് മറ്റേ പാഡ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഇത് 4 പാഡ് അവിടെ യൂസ് ചെയ്യുന്നിടത്ത് ഇവിടെ 2 പാഡ് മതി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ. സോ എക്കണോമിക്കലി ഓൾസോ ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ്. I think I have explained everything. Hope you have understood and hope you have enjoyed. Thank you. Back to Arun.